കാക്കത്തൂറി നല്ല പണി എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആണേ. അപ്പം അത് നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഷർട്ടിലും പാൻറ്റിലും ചേട്ടായിയുടെ എന്തോ നല്ല വൈരാഗ്യമുള്ള പോലെയായിരുന്നു. വയറിളകി തൂറിയ പോലെയായിരുന്നു. മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറഞ്ചം പുറഞ്ചം സാധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് കഴുകിയിട്ടു കേട്ടോ. ഷർട്ടും പാൻറ്റും ഉണ്ടായിരുന്നേ, വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അത് രണ്ടാമത് ഒന്നുകൂടി എന്നെയും കൊണ്ട് കഴുകിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി എന്നും അറിയത്തില്ല. എന്നാൽ എൻ്റെയും നീലൂട്ടൻ്റെയും തുണിയെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും തുണിയിൽ ഒരു തുള്ളി പോലും ആയിട്ടില്ല. ഫുള്ള് ചേട്ടയുടെ പാൻറ്റിലും ഷർട്ടിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചിട്ടിട്ട് ഒരു തേങ്ങ പൊതിക്കാനായിട്ട് പോവാം കേട്ടോ. തേങ്ങ എന്തിനാണ് പൊതിക്കുന്നതെന്ന് വെച്ചാൽ പുകയ്ക്കാനാണ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു 5:30-6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊതുകിൻ്റെ അയ്യറുകളിയാണ് നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ. അടുക്കളയുടെ കതവോ എന്തെങ്കിലും ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരം കൊണ്ട് എല്ലാം കൂടെ അകത്ത് കയറും. പിന്നെ നമുക്ക് അകത്ത് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായി പോവും. ഞാനവിടെ നീ തന്നെത്താനെ കാര്യം പറയുമല്ലോ കേട്ടോ, എനിക്ക് വട്ടൊന്നുമില്ല. നീലൂട്ടൻ അവിടെ വന്ന് നിൽപ്പുണ്ട്. അവനോട് ഏതാണ്ടൊക്കെ പറയാം. അവൻ എന്നോട് പറയുന്നതിൻ്റെ മറുപടി ഞാൻ പറയാം. അതാ കണ്ടില്ലേ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തേങ്ങ പൊതിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടെടുത്തിട്ട് പുകയ്ക്കാനായിട്ട് വെച്ചിട്ടോ. നമ്മുടെ പുകയ്ക്കുന്ന പാത്രം ഇതാണ്. എന്നും വൈകിട്ട് ഞാനിവിടെ പുകയ്ക്കാറുണ്ട്. പുകച്ചില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ പോലെ കൊതുകിൻ്റെ ശല്യം കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പച്ചത്തൊണ്ടും കൂടെ ആയതുകൊണ്ട് പുകയാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ പുകച്ചു. പിന്നെ ശരീരം അനങ്ങാതെ ഞാൻ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അധികം ഹാർഡായിട്ട് പണിയെടുക്കുന്നില്ലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പനി മൂർച്ഛിക്കും, അതുകൊണ്ട് കിടപ്പാവാൻ ഇനി എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ നീളമുള്ളൊരു ചൂലെടുത്തിട്ട് അധികം കുനിയാതെ, തല അധികം കുനിക്കാതെ ഫ്രണ്ട് മാത്രം ഒന്ന് തൂത്തുവാരി. പിന്നെ ചേട്ടായിയും കൊണ്ട് 2 ബക്കറ്റ് വെള്ളം ഫ്രണ്ടിലോട്ട് എടുത്ത് വെപ്പിച്ചു കേട്ടോ. പിന്നെ ചെടിക്കെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ചു. പിന്നെ ഞാൻ ഷർട്ടും പാൻറ്റും നനച്ചിട്ടത് മാറ്റി അപ്പുറത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കരിഞ്ഞ് വെള്ള ഷർട്ടൊക്കെ കറുത്ത കളറിലാവും. പിന്നെ കുടിക്കാനായിട്ട് വെള്ളവും കൂടെ തിളപ്പിച്ചു കേട്ടോ.